കരച്ചിലായിരുന്നു. ഇതിനെ മാത്രം കണ്ണീര് എവിടെ ഇരിക്കണം എനിക്ക് മനസ്സിലാവുന്നില്ല. കുഞ്ഞു കുഞ്ഞു കാര്യമായിരിക്കും, പക്ഷെ നമുക്കത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരിക. നമുക്ക് ഈ മൂഡ് സ്വിങ്സ് ഇല്ലായിരുന്നെങ്കിൽ ബോയ്സിനൊന്നും ഇത്ര സഫർ ചെയ്യണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ ബോയ്സ് പറയും എന്താ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഒരു മൂഡ് സ്വിങ്സ് എന്ന് പറയാം. അവർക്ക് എത്ര ഫീൽ ആവണോ അതിന്റെ ഡബിളാണ് ഗേൾസിന്റെ ഉള്ളിൽ ഓരോന്ന് ഫീൽ ആവുന്നത്. ഈ പീരീഡ്സിന് സമയത്തുള്ള ഒരു വേദന ഇപ്പൊ ബോയ്സിനെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റും, കുറെ ടെക്നോളജി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ മൂഡ് സ്വിങ്സിന്റെ ഒരു സംഭവം അവർക്ക് ഇതേ ഇന്റൻസിൽ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അപ്പൊ കുറെയൊക്കെ അവർക്ക് മനസ്സിലാവുമായിരിക്കും. ഇപ്പൊ പറയുമ്പോ അവർക്ക് മനസ്സിലാവില്ല. സത്യത്തിൽ ബോയ്സിന് മൂഡ് സ്വിങ്സ് ഉണ്ടോ അത് വേറെ കാര്യം, പക്ഷെ അറിയില്ല. എനിക്ക് മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മാക്സിമം ഇറിറ്റേറ്റ് ആവുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കും. ഒറ്റയ്ക്ക് ഇരിക്കാൻ നോക്കും. ഒറ്റയ്ക്ക് ഇരുന്ന് കരയെ ചിരിക്കുക എന്ത് ചെയ്താലും കുഴപ്പമില്ലല്ലോ. പക്ഷെ ബാക്കിയുള്ളവർക്ക് നമ്മൾ കാരണം ഒരു ഡിസ്കംഫേർട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മോശമല്ലേ. ആ മൂഡ് സ്വിങ്സ് എന്ന സാധനം ഇല്ലായിരുന്നെങ്കിൽ എത്ര നല്ലായിരുന്നു. നിങ്ങൾക്കുണ്ടാവില്ലേ മൂഡ് സ്വിങ് ബഡീസ്?